നമ്മൾ 10th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ജെനറ്റിക്സ് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജെനറ്റിക്സിനാണെങ്കിൽ നമ്മൾ ഹെറിഡിറ്റി, വേരിയേഷൻ, ജീൻസ് തുടങ്ങിയവയെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ദെൻ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ജീൻസ് എന്താണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജീൻസ് എന്ന് വിളിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജീൻസ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് DNA-യിലാണ് അല്ലേ. പിന്നീട് നമ്മൾ DNA-യുടെ സ്ട്രക്ചർ ഒക്കെ പഠിച്ചു, DNA-യുടെ ലൊക്കേഷൻ പഠിച്ചു. DNA എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിനുള്ളിലാണ്. അപ്പൊ DNA എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ക്രോമസോമിനുള്ളിലാണ്. അപ്പൊ ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കാണപ്പെടുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് DNA ആയിരിക്കും, വേറൊന്ന് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പൊ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുമാണ് ഏതിനകത്തിലുള്ള ഘടകങ്ങൾ? നമ്മുടെ ക്രോമസോമിനകത്തിലുള്ള ഘടകങ്ങൾ. അപ്പൊ ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. അതായത് ഒന്ന് DNA, അതുപോലെ തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോമിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺസ്. അപ്പൊ ഈ DNA-യിലുള്ള പ്രോട്ടീൻസ് ആയ ഹിസ്റ്റോൺസും അതുപോലെ തന്നെ DNA-യും കൂടിയാണ് ഏതിനകത്തിൽ കാണപ്പെടുന്നത്? ക്രോമസോമിനകത്തിൽ കാണപ്പെടുന്നത്. അപ്പൊ എപ്പോഴും ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് 8 എണ്ണം ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് ഇരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഹിസ്റ്റോൺസിനെ റാപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ചുറ്റിക്കൊണ്ട് DNA കാണും. അപ്പൊ ഇങ്ങനെ ഹിസ്റ്റോൺസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് DNA കാണപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോംസ് എന്ന് വിളിക്കും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രോമസോമിനെ കുറിച്ചാണ്. ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ DNA-യും ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസും ഉണ്ട്. ക്രോമസോമിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹിസ്റ്റോൺസ്. ഇനി ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എപ്പോഴും എങ്ങനെയാണ് കാണപ്പെടുന്നത്? 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് കാണപ്പെടും. അതിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കും. അപ്പൊ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാണുന്നത്, എപ്പോഴും 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ബൈൻഡ് ചെയ്തുകൊണ്ട്, അതായത് ചുറ്റിക്കൊണ്ടായിരിക്കും ആര് കാണുന്നത്? DNA കാണുന്നത്. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസോംസ് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂക്ലിയോസോംസിന്റെ കോയിലിങ്ങിലൂടെയും റീകോയിലിങ്ങിലൂടെയുമാണ് ക്രോമസോം ഫോം ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് എപ്പോഴും 8 എണ്ണം ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് ഇരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഹിസ്റ്റോൺസ് കോയിൽ ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ അതായത് ചുരുളുകളാകുന്നു, അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? റീകോയിൽ ചെയ്യുന്നു, വീണ്ടും ചുരുളുകളായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചുരുളുകളായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ ന്യൂക്ലിയോസോംസ് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ന്യൂക്ലിയോസോംസ് കോയിൽ ചെയ്തു അതുപോലെ തന്നെ റീകോയിൽ ചെയ്തുമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്രോമസോമുകൾ ഫോം ചെയ്യുന്നത്. അപ്പൊ അതായത് ന്യൂക്ലിയോസോമുകൾ എന്ത് ചെയ്യുന്നു? ചുരുളുകളാകുന്നു, വീണ്ടും ചുരുളുകളായിട്ടാണ് ക്രോമസോമുകൾ രൂപപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 പാർട്സ് കാണും. അതായത് ക്രോമാറ്റിഡ്സ് കാണും. ക്രോമാറ്റിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഈ നടുക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ചുരുങ്ങിലൊന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് വരും ഇല്ലേ, 2 എണ്ണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കും. ഈ ക്രോമാറ്റിഡ്സിനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ, ഒരു ചുരുങ്ങലുണ്ട് അല്ലെ, ആ ചുരുങ്ങലിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. അപ്പൊ ഇങ്ങനെ സെൻട്രോമിയറിനാൽ ചേർത്ത് വയ്ക്കപ്പെട്ട സ്ട്രക്ചേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ക്രോമാറ്റിഡ്സ്. അപ്പൊ ഈ ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത് ക്രോമസോമിന്റെ പാർട്സ് ആണ്. ക്രോമാറ്റിഡ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ആര് കാണും? സെൻട്രോമിയർ കാണും. അപ്പൊ ഒരു ക്രോമസോമിന്റെ സെന്ററിലുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ചുരുങ്ങലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രോമിയർ. അപ്പൊ ആ സെൻട്രോമിയറുകളാലാണ് ആരെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്? ക്രോമാറ്റിഡ്സിനെ. ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്ന ക്രോമസോമിലുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതായത് ഈ വി ഷേപ്ഡ് സ്ട്രക്ചേഴ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്രോമാറ്റിഡ്സ്. അപ്പൊ ഈ ക്രോമാറ്റിഡ്സിനെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്നത് സെൻട്രോമിയർ ആണ്. സെൻട്രോമിയർ എന്ന് പറഞ്ഞാൽ ക്രോമസോമിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ചുരുങ്ങലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രോമിയർ. അപ്പൊ ക്രോമാറ്റിഡ്സ് ആർ ദ സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ക്രോമസോംസ് ആർ ജോയിൻഡ് ടുഗദർ ബൈ സെൻട്രോമിയർ. ഇവിടെ എന്ന് പറയുന്നത് ഒരു ചുരുങ്ങൽ പോലെ ഉണ്ട്, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രോമിയർ. ദെൻ ഈ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? ക്രോമാറ്റിഡ്സ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് കാണപ്പെടുന്നത്? ക്രോമസോം കാണപ്പെടുന്നത്. അപ്പൊ ഈ ക്രോമസോമിനുള്ളിലാണ് എന്തുള്ളത്? DNA ഇരിക്കുന്നത്. DNA-ക്കുള്ളിലാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് ഉള്ളത്. അപ്പൊ ജീൻസ് എന്ന് പറയുന്നത് DNA-യിലുണ്ട്, DNA ക്രോമസോമിലുണ്ട്. ഇനി ക്രോമസോംസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കാണപ്പെടുന്നത് എന്തൊക്കെയാണ്? DNA-യും ഉണ്ട്, അതിലുള്ള പ്രോട്ടീൻസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺസ്. അപ്പൊ DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീൻസുമാണ് ക്രോമസോമിലുള്ള കമ്പോണൻസ്. ഹിസ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ക്രോമസോം. ഈ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? 8 എണ്ണം ചേർന്ന്, അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എപ്പോഴും 8 എണ്ണം ചേർന്ന് ഒരു യൂണിറ്റ് ആയിട്ട് കാണപ്പെടും. അതിനെ വിളിക്കുന്ന പേര് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ ബൈൻഡ് ചെയ്തായിരിക്കും DNA കാണപ്പെടുന്നത്. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയോസോംസ്. ഈ ന്യൂക്ലിയോസോംസിന്റെ കോയിലിങ്ങിലൂടെയും റീകോയിലിങ്ങിലൂടെയുമാണ് ക്രോമസോംസ് ഫോം ചെയ്യുന്നത്.
അതുപോലെ തന്നെ ക്രൊമാറ്റിഡ്സ് എന്ന് പറയുന്ന ക്രോമസോമിലുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അതിനെ ജോയിൻ ചെയ്ത് എന്ത് കാണപ്പെടുന്നു? സെൻട്രോമിയർ കാണപ്പെടുന്നു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ ക്രോമസോമുകളെ കുറിച്ചാണ്. അതായത് നമ്മൾ മനുഷ്യരിൽ എത്ര ക്രോമസോം ഒക്കെ ഉണ്ടെന്നാണ് പഠിക്കേണ്ടുന്നത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്രോമസോം, ഇതിനെക്കുറിച്ചൊക്കെ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. എന്ന്